ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് തീം അല്ലേ ബോഹോ ആർട്ട്. പേരൊക്കെ ഭയങ്കര ഇൻ്റർനാഷണൽ ആണെങ്കിലും സംഭവം ഭയങ്കര സിമ്പിളാന്നേ. ആദ്യം തന്നെ ബ്രഷ് പെൻ എടുത്തിട്ട് ഇതുപോലെ റാൻഡം ആയിട്ട് ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പല കളേഴ്സ് എടുത്ത് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, പേസ്റ്റൽ കളേഴ്സ് മാത്രമേ എടുക്കാവുള്ളൂ. ഇനി ബ്രഷ് പെൻ തന്നെ വേണം എന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത്, ക്രയോൺ ആവട്ടെ, വാട്ടർ കളർ ആവട്ടെ, സ്കെച്ച് ആവട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 4 സൈഡിലും കളറൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഇംപെർഫെക്ഷൻ പോലെ. എങ്കിൽ നമുക്ക് നടുക്ക് കൂടെ ഒന്നിങ്ങനെ കളർ ചെയ്ത് കൊടുക്കാം. നടുക്ക് ഞാൻ ചെറിയൊരു ബ്രൗൺ കളറാണ് എടുത്തത്. ബ്രൗൺ അടിച്ചപ്പോൾ ചെറിയൊരു വിൻറ്റേജ് ലുക്കായി പോയോ എന്നൊരു ഡൗട്ട്. പോട്ടെ, ഇനിയിപ്പോൾ അടിച്ചത് തിരിച്ചടിക്കാനോ തിരിച്ചെടുക്കാനോ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ കലാപരിപാടിയിലേക്ക് കിടക്കാം. അത് വേറൊന്നുമല്ല, ഡ്രോയിങ് ആണ്. അതെ, ഡ്രോയിങ് എന്ന് കേട്ടിട്ട് ആരും പേടിച്ചോടൊന്നും വേണ്ട. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡ്രോയിങ് തന്നെയാണ്. ഇതുപോലെ ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റെം വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്തൊരു ഫ്ലവറാണ് ഞാൻ വരയ്ക്കുന്നത്. ഇനി ഈ ഫ്ലവർ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ഫ്ലവറാണോ ഇഷ്ടം, നിങ്ങൾക്ക് ഏത് ഫ്ലവറാണോ എളുപ്പം, അത് വരച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ല ചെറിയ ചെറിയ ലീവ്സ് വരച്ച് കൊടുക്കാം. ഒരു ഫ്ലവർ മതിയോ? പോരാ, ഒന്നുകൂടെ വരച്ച് കൊടുക്കാം. അത് നമുക്ക് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വരച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റെം വരച്ചു. ഇനി എന്താ വേണ്ടേ? അത് തന്നെ റിപ്പീറ്റ്. ഫ്ലവർ വരയ്ക്കുക, ലീഫ് വരയ്ക്കുക, അത്ര തന്നെ. ഇത്രയായിട്ടൊരു കംപ്ലീറ്റ് ഫീൽ കിട്ടുന്നില്ല. നമുക്ക് ചെറിയൊരു തണ്ടൂടെ വരച്ചു കൊടുക്കാം. അതിന് പൂ വരയ്ക്കണ്ട കേട്ടോ, അപ്പോൾ ഓവറാവും. ഈ ലീവ്സിനൊക്കെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും റൈറ്റ് കോർണറിൽ വരച്ചു. ഇനിയിപ്പോൾ ലെഫ്റ്റിലൂടെ ആവാം, ഒട്ടും കുറയ്ക്കണ്ട. ഇനി ഫൈനൽ ടച്ച്, നമ്മുടെ വലിയ ലീവ്സൊക്കെ ഒന്ന് കളർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ട് ഇവിടെ റെഡി. പിന്നെ കണ്ടു കഴിഞ്ഞെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.